എൻ്റെ അല്ലുവിൻ്റെ ഇന്നത്തെ യാത്ര ഡിസ്കറ്റിൽ നിന്ന് ലേയിലേക്കാണ്. ഏതാണ്ട് 115 കിലോമീറ്ററാണ് ദൂരം കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഈ റോഡ് ഡിസ്കറ്റിൽ നിന്ന് ലേയിലേക്ക് പോകുന്ന കർദൂങ്കില വഴി ലേയിലേക്ക് പോകുന്ന റോഡാണ്. ഈ റോഡ് ലെഫ്റ്റിലേക്ക് ഉള്ള റോഡുണ്ട്, ആ ബൈക്കേഴ്സ് നിൽക്കുന്ന ആ റോഡ് നേരെ പാങ്കോങ്ങിൽ പോകുന്ന രണ്ടാമത്തെ റോഡാണ് ഡിസ്കറ്റിൽ നിന്ന്. ഇത് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് നേരെ കർദൂങ്കില വഴി ലേയിലേക്ക്. റോഡ് ഒക്കെ ടാർ ചെയ്ത് ഇട്ടേക്കുന്ന റോഡാണ് കേട്ടോ. വീതി സ്വല്പം കുറവുണ്ട്. അവിടെ കുറച്ച് പച്ചപ്പുണ്ടാവും അളവിൽ റൈറ്റ് സൈഡിൽ. അവിടെ കുറേ ആടുകളെ മേയ്ക്കാൻ ഇട്ടിട്ടുണ്ട്. ആടിനെ നോക്കുന്നവരാണ് ഈ ഇരിക്കുന്നത് ഈ റോഡിൽ. ഡിസ്കറ്റിൽ നമ്മൾ സോനം റിസോർട്ടിലാണ് 2 ദിവസമായിട്ട് താമസിച്ചത്. ഇന്നലെ നമ്മൾ തുർത്തൂക്കിന് പോകാൻ ഇറങ്ങി, രാവിലെ തന്നെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ തോയ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ വാട്ടർ ക്രോസിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒഴുക്കുകാരൻ നമുക്ക് വണ്ടി ഞാനും കൂടി മറിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ തിരിച്ച് നമ്മൾ റിസോർട്ടിൽ വന്ന് വണ്ടി കുറേ ഇതൊക്കെ നനഞ്ഞു പോയായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണക്കിയെടുത്ത് ഇന്ന് രാവിലെ പാങ്കോങ്ങിന് പോകാനായിട്ട് നമ്മൾ ഡിസ്കറ്റ് ബ്രിഡ്ജ് കഴിഞ്ഞ് ഇറങ്ങി കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ 2 രാജസ്ഥാനികൾ വന്നിട്ടുണ്ടായിരുന്നു ബൈക്കിൽ. അപ്പോൾ അവരുമായിട്ട് പരിചയപ്പെട്ട് അവരും പാങ്കോങ്ങിന് പോകാൻ ഇറങ്ങിയേക്കുന്നതാണ്. അപ്പോൾ ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടി നീങ്ങിയപ്പോൾ രാവിലെ വെളുപ്പിനെ പോയ 2 ബൈക്കേഴ്സ് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് പാങ്കോങ്ങിനുള്ള വഴി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ലാൻഡ് സ്ലൈഡ് കാരണം. അങ്ങനെ പിന്നെ തിരിച്ച് വേറെ വഴി വല്ലതും ഉണ്ടാകുന്ന നോക്കാനായിട്ട് ഡിസ്കറ്റ് ജംഗ്ഷനിലോട്ട് വന്നു. അപ്പോൾ ഹോട്ടലിൽ കയറി ചായ കുടിച്ചിട്ടിരുന്നപ്പോൾ അയാൾ പറഞ്ഞു ഒരു വഴിയും കൂടി ഉണ്ട്, പക്ഷെ അതും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നണമെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് ഭയങ്കര കാറ്റും ക്ലൈമറ്റാകെ മാറിയിട്ടുണ്ട്, പ്രശ്നമാകാനുള്ള സാധ്യതയാണ്. പിന്നെ നമ്മളവിടെ നിന്നില്ല, നമ്മൾ നേരെ ലേയിലേക്ക് വെച്ച് പിടിച്ച്. അപ്പോൾ ലെഫ്റ്റിലോട്ടുള്ള രണ്ടാമത്തെ റോഡാണ് ഞാൻ നേരത്തെ കാണിച്ചു തരുന്നത്, പാങ്കോങ്ങിനുള്ള. ഇതും നല്ല ടാർ ചെയ്ത ഭാഗമുണ്ട് ഇതൊക്കെ, പക്ഷെ വീതി കുറവാണ്. അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞായിരുന്നു മുകളിൽ കർദൂങ്കിലയിൽ നല്ല മഞ്ഞും മഴയും ഒക്കെ ഉണ്ട്, റോഡും പ്രശ്നമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അധികം ഒരിടത്തും സ്റ്റേ ചെയ്യണ്ട എന്നാണ് പറഞ്ഞവർ. ലേയിലെത്തിയാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ അവിടെ നിന്നുള്ള റോഡ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ലേയിലെത്തിയിട്ട് നമുക്ക് മണാലിക്ക് പോകാനുള്ള വല്ല വഴി ഉണ്ടെന്ന് നോക്കണം. റോഡ് അതും ബ്ലോക്ക് ചെയ്യാനാണെങ്കിൽ മണാലിയിലൊക്കെ നല്ല ലാൻഡ് സ്ലൈഡും പരിപാടിയും നടപ്പുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ലേയിൽ ചെന്നാൽ അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ അടുത്തത് കർദൂങ്ക് വില്ലേജ്, പിന്നെ കർദൂങ്കില എത്തുന്നതിന് മുമ്പ് നോർത്ത് പുള്ളും ഉണ്ട്. നോർത്ത് പുള്ളു കഴിഞ്ഞാണ് കർദൂങ്കില കഴിഞ്ഞ് സൗത്ത് പുള്ളു കഴിഞ്ഞ് പിന്നെ ലേയാണ്. പിന്നെ മൊത്തം 115 കിലോമീറ്ററാണ് ലേയിലേക്ക്. ഈ റോഡൊക്കെ പണിതുകൊണ്ടിരിക്കുക. ഞാനിങ്ങൾ വരുമ്പോഴും ഇത് പണിയുന്നുണ്ടായിരുന്നു. വീതി കൂട്ടിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഉണ്ടാകും. മലയൊക്കെ ഇടിച്ച് നല്ല വീതിയിൽ പണിയുന്നുണ്ട്. താഴെ അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് നല്ല ആഴമുണ്ട് കേട്ടോ, നല്ല പൊക്കെയാണ്. റോഡ് നല്ല വീതിയുള്ള വലിയ വണ്ടികൾ കുറവാണ്. ഈ പ്രശ്നങ്ങൾ കാരണമേ ലാൻഡ് സ്ലൈഡൊക്കെ നടക്കുന്ന കാരണം വണ്ടികൾ കുറവാണെന്ന് തോന്നുന്നു. തണുപ്പ് ചെറുതായിട്ട് കൂടി വരുന്നുണ്ട്. എന്തായാലും ഡിസ്കറ്റ് ആയതുകൊണ്ട് 10,000 അടി മുകളിലാണ്. അങ്ങനെ പിന്നെ മുകളിലോട്ട് കയറി വരും. നോർത്ത് പുള്ളു ആയതുകൊണ്ട് 15,000 അടി വരും. കർദൂങ്കില 17ൻ്റെ മുകളിൽ വരും. പിന്നെ താഴോട്ട് പോകും. സൗത്ത് പുള്ളു 15,000 അടി വരും. 11,000 അടിയിൽ നിൽക്കും. ഇതെങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അറിയാം. വേറെ ആരും കൂടെ ഇല്ല, വണ്ടിക്കാരൊന്നും ആരും ഇല്ല ഇന്ന്. കുറേയിലും മുമ്പിലും ആരും ഇല്ല. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. തണുപ്പ് കൂടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തുർത്തൂക്കും പാങ്കോങ് പരിപാടിയും നടന്നില്ല. ഇനി നമുക്ക് ഒരു ആഗ്രഹമുള്ള മണാലി ഭാഗത്തേക്ക് പോകണമെന്നുണ്ട്. മണാലി പോവുകയാണെങ്കിൽ കുറേ ഭാഗം കാണാനുണ്ടാവും. അതിപ്പോൾ ഈ ലയിച്ച് എന്നിട്ടേ നടക്കുള്ളൂ. ലേയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. വണ്ടിക്കാർ വളരെ കുറവാണ് വണ്ടിക്കാർ കേട്ടോ. ഇവിടെ റോഡ് പണി നടക്കുന്നത്, അതിൻ്റെ പണിക്കാരാണ് നിൽക്കുന്നതല്ല. ഉണ്ട് ഒരു പണിക്കാർ ഇറക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പുറത്തുണ്ട് നല്ല ഉഗ്രം നോക്കിയാണ്. പക്ഷെ ഇവിടെ മഴ അങ്ങനെ പെയ്തിട്ടില്ലെന്ന് തോന്നണട്ടോ. മുകളിൽ മഴ തട്ടണുണ്ടെന്നാണ് പറഞ്ഞു, മഞ്ഞ് വീഴ്ചയാണ് പറഞ്ഞു. പക്ഷെ ഇവിടെ വിൻ്ററിനൊക്കെ ഈ ഭാഗവും കംപ്ലീറ്റ് മഞ്ഞ് മൂടിപ്പോവും. കൊത്തി
റോഡിന് വീതി കൂട്ടാണ് കാണണം ഉണ്ട്. ഇനി അതെല്ലാം കോരി എടുത്ത് കൊണ്ടുപോകുമായിരിക്കും. പണിക്കാരുണ്ട് മൊത്തം. വീതി കൂട്ടിട്ടെ നല്ല കാര്യം. ഇതിനോട് നീങ്ങി പോരാല്ലോ നമുക്ക്. ഇവിടെ തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ മഴയുടെ വലിയ കുഴപ്പം കാണാനില്ല. ആകാശമൊക്കെ തെളിഞ്ഞ് നിൽക്കണേ. കല്ലുകൾ ഇതൊക്കെ പൊട്ടിച്ച കല്ലുകളാണ്, പൊട്ടിച്ച് മാറ്റുന്ന കല്ലാണ് ഇതെല്ലാം. ഒരു 2 കൊല്ലം കഴിഞ്ഞ് ഇതിലെ വന്നവർക്ക് ഈ റോഡൊക്കെ അടിപൊളി റോഡായിരിക്കും. മലയൊന്നും ഇടിഞ്ഞ് പോയിട്ടില്ലെങ്കിൽ സൂപ്പർ റോഡായിട്ട് മാറിയിട്ടുണ്ടാവും. ഇത് അവിടെ ചെറിയൊരു വാട്ടർ ക്രോസിംഗ് ഉണ്ട്. ഇത് ശരിക്കും ഹൈവേ ആയിട്ടായി കാണുന്നത്. റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷെ ഇവിടെയൊക്കെ നല്ല വീതിയിൽ ചെയ്തിട്ടുണ്ട് അവർ. ഉണ്ട് ചെറിയൊരു വെള്ളം കൊടുക്കണം. ഇത് ഐസ് മെൽറ്റ് ചെയ്ത് തന്നെ വെള്ളമാണ് മുകളിൽ നിന്ന്. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് റോഡ് കാണാം. കാലൊക്കെ കുത്തി പോവാം. തുരുത്തൂക്കിലാണ് പോണ വഴിക്കാണ് നമ്മൾ പെട്ടത് ശരിക്കും. ഉണ്ട് ഇവിടെ ഇത്തിരി സ്ലോപ്പുണ്ട്. ഈ വഴി കയറി പോവാം എന്തായാലും. ആ റൈറ്റ് സൈഡിലെ മലയൊക്കെ വിണ്ടിരിക്കുകയാണ്. എന്താണ് പ്രശ്നം എന്നൊക്കെ ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. വഴിയൊക്കെ പിടിച്ച് പോവാം. നല്ല സീനാണ് കാണാൻ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ തണുപ്പ് കൂടി വരുന്നുണ്ട് കേട്ടോ. ഇപ്പം മുകളിലേക്ക് അവിടെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നല്ലോ. മുകളിലേക്ക് കയറുന്നതോറും തണുപ്പ് കൂടി വരുന്നുണ്ട്. ഇതാണ് കർദൂങ് വില്ലേജ്. ഏതാണ്ട് 16,738 അടിയാണ് ഇവിടുത്തെ ഹൈറ്റ്. ഇവിടെ കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹോട്ടലും കടകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വെള്ളം മുകളിൽ നിന്ന് വന്ന വെള്ളമായിരിക്കും, മെൽറ്റ് ചെയ്ത് തന്നെ വെള്ളമായിരിക്കും ഇതൊക്കെ. മഴയുടെ ലക്ഷണം കാണാനില്ല. ആകാശമൊന്നും വലിയ മഴയുടെ കൂടുതൽ കാണിക്കുന്നില്ല. വണ്ടികളും കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കർദൂങ് എന്നാണ് ഈ വില്ലേജിൻ്റെ പേര്. ഇവിടെ നിന്നൊരു 3000 അടി കൂടി മുകളിലാണ് കർദൂങ്ങില. കർദൂങ് വില്ലേജിൻ്റെ ലാസ്റ്റ് ഭാഗമാണിത്. ഇവിടേക്ക് ആൾക്കാരങ്ങനെ താമസിക്കണില്ലേ. പക്ഷെ അവർക്കതൊക്കെ ശീലമായി പോയിട്ടുണ്ടാവും. ഇവിടെയൊക്കെ റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ നോർത്ത് പുള്ളിൻ്റെ അപ്പുറം, അതായത് കർദൂങ്ങിൽ ഇറങ്ങി നോർത്ത് പുള്ളിൻ്റെ ഭാഗത്തൊക്കെ റോഡ് വളരെ മോശമായിരുന്നു. ഇവിടേക്ക് ഇപ്പോൾ പുതിയതായിട്ട് ടാർ ചെയ്താന്ന് കേട്ടോ. കറുത്ത് കിടപ്പുണ്ട്. ആരുമില്ല വഴിയിലൊന്നും. തണുപ്പുണ്ട്. പക്ഷേ മഴയുടെ ലക്ഷണമൊന്നും ഇവിടെ വലിയ പ്രശ്നമായിട്ട് തോന്നലുണ്ട്. ആകാശമൊക്കെ നല്ല നീല നിറത്തിയും ഉണ്ട്. ഞങ്ങൾ മുകളിലേക്ക് പോകുമ്പോൾ അറിയാം എന്താവും. ഇടയ്ക്ക് ഇത് റോഡിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. ടാറിങ് ചെയ്തിട്ടില്ല. സംഗതിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. മെഷീനൊക്കെ ഇരിപ്പുണ്ട്. പണിക്കാരില്ലെന്നോ ജോലിക്കാരില്ല എന്തായാലും. ഈ ഭാഗം ഇടയ്ക്കൊരു ഭാഗമാണ് ടാറിങ് ഉള്ളത്. അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടാണ്. പച്ചപ്പൊന്നും ഇല്ല അധികം. മുകളിലേക്ക് ചെല്ലുമ്പോൾ ശ്വാസം മുട്ടലൊക്കെ അനുഭവപ്പെടും എന്തായാലും. ഡൈമോക്സ് കഴിച്ചാൽ മതിയായിരുന്നു ഇന്നലെണ്ടെന്ന്. നമ്മൾ ആ പാങ്കോങ്ങിലുള്ള പ്രശ്നം കാരണം ഡൈമോക്സ് ഒന്നും കഴിച്ചില്ല. അങ്ങോട്ട് തിരിച്ച് കയറുമെന്ന് കരുതിയില്ല നമ്മൾ. നമ്മളുടെ പ്ലാൻ എന്ന് വെച്ചാൽ പാങ്കോങ് പോയി പാങ്കോങ്ങിൽ നിന്ന് മണാലിക്ക് പിടിക്കാമെന്ന് കരുതിയിരിക്കണമായിരുന്നു. പക്ഷെ അപ്പോഴാണ് എല്ലാം ക്ലോസ് ചെയ്തത് അവന്മാരോട്. പിന്നെ തിരിച്ചിങ്ങോട്ട് പോരാതിരിക്കാൻ വയ്യ. അവിടെ കിടന്നു പോയാൽ ചിലപ്പോൾ പണി കിട്ടും. ഇത് നോർത്ത് പുള്ളുമാണ് കേട്ടോ. നമ്മളങ്ങനെ നോർത്ത് പുള്ളിലെത്തി. ഇവിടുന്ന് ചായയും സംഗതിയൊക്കെ കഴിച്ച് നൂഡിൽസാണ് ഇവിടുത്തെ മെയിൻ സാധനം. ഈ നേരെ നമ്മൾ അങ്ങോട്ട് കർദൂങ്ങിലേക്ക് കയറും. അപ്പുറത്ത് മിലിറ്ററി ക്യാമ്പാണ് പൈസ. മഞ്ഞിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഞ്ഞായ ഇവിടെയൊക്കെ നല്ല തണുപ്പുണ്ട്. ഇവിടേക്കും നല്ല തണുപ്പായിരിക്കും. ഇത് ഭംഗിയാന്ന് പറയും സ്ഥലം കാണാനായിട്ട്. വീട്ടിലൊന്നും ആരും ഇല്ലെങ്കിലും സൂപ്പർ നല്ല റോഡാട്ടോ. വീതി വളരെ കുറവാണ്. മറ്റേ അത്രയും വീതിയൊന്നുമില്ല. എന്നാലും നല്ല നീറ്റ് റോഡാണ്. മഞ്ഞ് കണ്ട മുകളിൽ. ഈ മഞ്ഞാണ് മെൽറ്റായി ഈ താഴെക്കൂടി വെള്ളമായിട്ട് ഒഴുകി റോഡൊക്കെ മോശമാണ്. അത് നിർത്തി കൊടുക്കാം. കയറിപ്പോട്ടെ. ഈ നേരെ കർദൂങ്ങിലാണ് നമ്മൾ. കർദൂങ്ങിലേക്കുള്ള കയറ്റമാണ് ഈ സാധനം. കർദൂങ്ങിൽ ഏതാണ്ട് 17ന്റെ മുകളിൽ വരും.
ഏറ്റവും ഹൈറ്റ് കൂടിയ റോഡുകളിൽ ഒന്നാണ് കർദുങ്കില പാസ്. ആർമിയുടെ വണ്ടിയാണ് പോയത്. ഇപ്പോൾ കർദുങ്കില കഴിഞ്ഞ് ഉംലിംഗില കഴിഞ്ഞ് അടുത്ത റോഡും പണിയുന്നുണ്ട് അവർ. അതായിരിക്കും ലോകത്തിലെ ഏറ്റവും ഹൈറ്റിലുള്ള റോഡ്. ഇത് 2 കൊല്ലം 3 കൊല്ലമായിട്ട് എടുക്കുന്നുണ്ടോ പണി തീരുമ്പോഴത്തേക്ക്. ഇപ്പോൾ നമുക്ക് വരാൻ പറ്റുമോ, ആ റോഡ് കയറാൻ പറ്റുമോ ആർക്കും അറിയില്ല. നോക്കാം, കയറാൻ ചാൻസ് കിട്ടിയാൽ വിടും. എൻ്റെ അമ്മ ഇവിടെയൊക്കെ നല്ല തണുപ്പായിട്ട് മരവിക്കുന്ന തണുപ്പാണ് ഇപ്പം. എന്താ അടികൂടി റോഡ് പോകണുണ്ട്, മഴ കയറി തന്നെയാണ് ആയിക്കോട്ടെ. നല്ല തണുപ്പായി കേട്ടോ. മഞ്ഞൊന്നും പെയ്യാൻ തുടങ്ങിയിട്ടില്ല. മഞ്ഞ് പെയ്യുമെന്നാണ് പറഞ്ഞവർ. കർദുങ്കിലിൽ മഞ്ഞ് പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഈ സീസണിൽ ശരിക്കും മഞ്ഞ് പെയ്യാൻ പാടുള്ളതാണ്. പെയ്യൂല ഇവിടെ. പക്ഷെ നമുക്കെന്തൊരു ഭാഗ്യം ഉണ്ടായിരുന്നു, മഞ്ഞ് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. മഞ്ഞ് പെയ്ത് ഒന്ന് നനഞ്ഞു പോകാനുള്ള ഭാഗ്യമുണ്ട്. ഇത് കണ്ട മഞ്ഞ് പെയ്യാനായിട്ട്, ചെറുതായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട്. നേരിയ മഞ്ഞാൻ, പൊടി മഞ്ഞാണ് ഇവിടുത്തെ. ഇത് കണ്ട, എന്ത് ഭംഗിയാണ് എൻ്റെ അമ്മ. അങ്ങോട്ട് പോയപ്പോൾ ഇത്രയും വെള്ളമൊഴുക്കൊന്നും ഇല്ലായിരുന്നു ഈ റോഡിൽ. കണ്ട ഇപ്പോൾ ഈ മുകളിൽ മെൽറ്റ് ചെയ്തിട്ട് അവിടെ ഒരു വാട്ടർ ക്രോസിങ് ഉണ്ട്. കേട്ടോ. ആളുകൾ കയറി പോകുന്നുണ്ട്. നമ്മളങ്ങനെ കർദുങ്കിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ചെറിയ മഞ്ഞ് പെയ്യുന്നുണ്ട്, പൊടിമഞ്ഞ്. ഈ റോഡെല്ലാം കുത്തി വലിച്ച് പോയി വെള്ളമൊഴി. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇത്ര പ്രശ്നമില്ലായിരുന്നു. എന്താ മൊത്തം മഞ്ഞ് വീണ് കിടക്കുന്നത്. എന്താ വെള്ളം ആറാം, വെള്ളം ആറാം മൊത്തം. റോഡിന് മാത്രം കറുപ്പ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. മാരബീനാണിപ്പം. എന്താ മഞ്ഞ് പൊടിമഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ. മഞ്ഞ് പെയ്തേക്കണുണ്ടോ. വണ്ടി മൊത്തം മഞ്ഞിൽ കുളിച്ചേട്ടാ. മൊത്തം മഞ്ഞായി. നല്ല സൂപ്പർ തണുപ്പാണ്. അമ്പോ വിറച്ചു. നമ്മളങ്ങനെ സൗത്ത് പൂളും കഴിഞ്ഞ് താഴെ എത്തിയിട്ടാ. വല്ലാത്ത വഴിയായിപ്പോയി എൻ്റെ അമ്മ. കണ്ണും മൂക്കൊന്നും കാണാൻ പറ്റാതെ. റോഡും കുറേ വശം ഭയങ്കര മോശമായിരുന്നു. ക്യാമറ ഒക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിയത് ഇങ്ങോട്ട്. നമുക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. നേരെ ഫ്രണ്ട് മാത്രം നോക്കി പോരാനോ ഉള്ളായിരുന്നു. ഒരു ഭാഗത്തും ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. റോഡിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞിട്ട് അവിടെ ആർമി നിൽപ്പുണ്ടായിരുന്നു. നീയോ കൊക്കയിലോട്ട് പോകുമല്ലോ. റോഡിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോയത്, താഴേക്കോട്ട് പോയി. ഒരു വണ്ടി വരാനുള്ള, ബസ് വരാനുള്ള ഗ്യാപ്പ് ഉണ്ട്, അല്ലാത്ത ഭാഗം ഇടിഞ്ഞു പോയത്. ഇവിടെ തണുപ്പ് വലിയ കുഴപ്പമില്ല. എൻ്റെ അമ്മ വല്ലാത്തൊരു റൈഡായിപ്പോയി അവിടെ. ഒന്ന് കിടുങ്ങിയിട്ടാ ശരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ലേയിലേക്ക് താഴെ എത്തിയാൽ മതി, വലിയ കുഴപ്പമില്ല. ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് അവിടെ നിന്ന് വിട്ടിട്ട്, കർദുങ്കില വിട്ടിട്ട് എത്തിയപ്പോഴൊരു വല്ലാത്ത കയ്യൊക്കെ ഉണ്ട്. കണ്ട മരവിച്ചു കയ്യൊക്കെ. ഗ്ലൗസ് വന്നിട്ട് ഒരു രക്ഷയില്ല. നനഞ്ഞ് എഞ്ചിനിൽ ചൂട് പിടിപ്പിച്ച് നമ്മളിങ്ങനെ എത്തിയേണ്ട. വെള്ളം അറിയും. വണ്ടിക്കാരൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. ആ മലയുടെ മുകളിൽ കൂടി ഇറങ്ങി വന്ന ആ കോട കിടക്കണുണ്ട, അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി ഇങ്ങോട്ട് താഴോട്ട് പോകുന്നത്. അപ്പോൾ വിൻ്ററിനൊക്കെ ഇവിടെ എന്തായിരിക്കുമല്ലേ. പക്ഷേ ആ റോഡ് കുത്തിയൊലിച്ച് പോയതാ പറ്റിയത്. ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. നമുക്ക് അനങ്ങാൻ പറ്റാത്ത ഇതുകൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ചിട്ട് പോകുന്നത്. ഇവിടെ നേരെ ഒരു എയർപിന്നുണ്ട് താഴോട്ട്. നേരെ കറങ്ങി ഉണ്ട്, ആ മുകളിലുണ്ട്, അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങിയത്. ഇതിപ്പോൾ നമ്മളത് കുറച്ചും കൂടി ഇറങ്ങി ലേ ടൗൺ കാണാം. ആ വെള്ളം കണ്ട ആ മലയുടെ മുകളിൽ, അതാണ് ലേ പാലസ്. ആ പാലസിൻ്റെ മുകളിൽ നിന്ന് 16-ാം നൂറ്റാണ്ടിൽ 17-ാം നൂറ്റാണ്ടിലായിട്ട് പണിത ഒരു പാലസാണത്. 400-405 വർഷം പഴക്കമുള്ള പെയിൻറ്റിങ്സൊക്കെ അതിലുണ്ടെന്ന് പറയണം. ലേ പാലസ്, ലേയാണ് കാണുന്നത്. ഇവിടെ ഒരു മഴയുടെ ലക്ഷണമുണ്ട് കേട്ടോ. ആകാശമൊക്കെ മൂടിക്കിടക്കുന്നേ. നല്ല ഭംഗിയുള്ള പാലസ്. ആ പാലസിൽ കയറാനുള്ള സമയമൊന്നുമില്ല. നാളെ രാവിലെ നമുക്ക് ഇവിടുന്ന് വിടണം. ജമ്മുവിലെത്തിയ പിന്നെ പേടിക്കണ്ട. ഇതെല്ലാം പെട്ടുപോയാൽ പണിയായിപ്പോവും. നല്ല സ്ഥലം. ഇത് കണ്ട് ഇതിപ്പോൾ ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ ലേക്ക്.
ഇവിടെ കുറേ വീടുകളുടെ പണിയൊക്കെ നടപ്പുണ്ട് കേട്ടോ. ഇവിടെ കുറേ വീടുകളുടെ പണി നടപ്പുണ്ട്. അല്ലേ സിറ്റിയും കൂടെ നീണ്ടു പോരണ ഇവിടെ നമ്മൾ കയറി പോകണം. ഇതൊന്നും വന്നത് തന്നെ ഭയങ്കര ഭാഗ്യം കേട്ടോ. നമ്മുടെ ഒരു ഭാഗ്യമാണ് ശരി. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റുമോ? നമുക്ക് അല്ലു അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്. ഇനി പോട്ടെ, അടുത്തതിൽ കാണാം നമുക്ക് എന്തായാലും. ഓക്കെ.